എല്ലാവർക്കും നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ സി.ജി. റോയ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വല്ലാത്തൊരു ഞെട്ടലാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ളൊരു കാര്യമാണ്. കാര്യം ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൻ്റെ പേര് പോലെ തന്നെയാണ്. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള ലക്ഷറിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ഡോക്ടർ സി.ജി. റോയ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ വാർത്ത അത്രയ്ക്കൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. നമ്മൾക്കറിയാം, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ അറിയുന്നത് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിൽ കൂടെയാണ്. ഏഷ്യാനെറ്റിൻ്റെ ഈ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു മെയിൻ സ്പോൺസറും കൂടെയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോഴും ആ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ സീസണുകളിലുമെല്ലാം എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ അറിയുന്നത്. ഒരുപക്ഷെ ഒരു കാലത്ത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിൽക്കുന്ന ബിസിനസ്മാൻമാരെ നമ്മൾക്ക് അത്രത്തോളം പരിചിതമല്ല. പക്ഷേ അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഡോക്ടർ സി.ജി. റോയെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ. ഇന്ത്യയിൽ മാത്രമല്ല, യു.എ.യിലും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് ഡോക്ടർ റോയ് എന്ന് പറയുന്നത്. ഇപ്പോൾ യു.എ.യിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഞാനൊരു 2 വർഷം ദുബായിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടെ ഏത് പ്രോഗ്രാമിനും ഡോക്ടർ റോയ് ഉണ്ടാവും. അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വലിയൊരു ബിസിനസ്സുകാരൻ, അവിടെയും അറിയപ്പെടുന്ന, യു.എ.യിലും അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ. ഇപ്പം നമ്മുടെ M.A. യൂസഫ് അലി, അദ്ദേഹത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ബിസിനസ്സുകാരനാണ് ഡോക്ടർ റോയ് എന്ന് പറയുന്നത്. ഞാനൊക്കെ നേരത്തെ വിചാരിച്ചിരുന്നത് അദ്ദേഹം ദുബായിൽ തന്നെയാണ് സ്ഥിരതാമസം എന്നാണ് വിചാരിച്ചത്. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം യു.എ.യിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു വാർത്ത അദ്ദേഹത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ബിസിനസ്സുകാരൻ. കാരണം അദ്ദേഹത്തിനൊരു 0% കടം, അല്ലെങ്കിൽ 0 കടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ബാങ്കുകളിൽ നിന്ന് പലിശയ്ക്ക് എടുക്കുകയോ കോടികൾ പലിശയ്ക്കെടുത്ത് ബിസിനസ് നടത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളില്ല. 1 രൂപ പോലും കടമില്ലാത്ത ഒരാളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പല ബിസിനസ്മാന്മാരും കടമൊക്കെ കയറിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കടമോ ഈവൻ കുടുംബ പ്രശ്നങ്ങളോ കടമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ സി.ജി. റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ എഡിറ്റോറിയലിനാണ് അവസാനമായിട്ട് ഈ കഴിഞ്ഞ മാസം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഇന്ന് മരിച്ചാലും ഞാൻ ഹാപ്പിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നുമില്ല, ചെയ്തു തീർക്കാൻ ഒരു കാര്യങ്ങളും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം വളരെ പടിപ്പടിയായി കയറി വന്ന ഒരു ബിസിനസ്സുകാരനാണ്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി ചെറിയ രീതിയിൽ ഒരു കുറച്ച് വീടുകൾ വെച്ച് കൊടുത്തു ബാംഗ്ലൂർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഈ ഒരു ഐഡിയയുടെ പുറകിൽ, ഈ ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു സംരംഭത്തിൻ്റെ ഐഡിയ അമ്മയുടേതായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് തുടങ്ങിയതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ട് വന്ന് ഇത്രയും വലിയൊരു വളർച്ചയിലേക്ക്, ലക്ഷറിയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ഒരാവശ്യവുമില്ല. ഡോക്ടർ സി.ജി. റോയ് എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നിടത്തോളം വളരെ കറകളഞ്ഞ ഒരു ബിസിനസ്മാനാണ്. അതായത് മറ്റു മാൽ പ്രാക്ടീസുകളൊന്നും ഇല്ലാത്ത ഒരു ബിസിനസ്മാനാണ്. പക്ഷേ എന്നിരിക്കലും ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു സംഭവത്തിന് പുറകിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 മാസമായി CCTV വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, സാധാരണ ഇൻകം ടാക്സോ EDയോ മറ്റുമൊക്കെ റെയ്ഡിന് വരുമ്പോഴത്തേനും ഫോൺ അടക്കമുള്ള സാധനങ്ങൾ അവർ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്, മറ്റാരെയും വിളിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തോക്ക് എന്തുകൊണ്ട് മാറ്റിവെച്ചില്ല എന്നുള്ള ചോദ്യം, അദ്ദേഹത്തിന് അവിടെ നിന്ന് എണീറ്റ് പോകാൻ സമ്മതിച്ചോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ദുരൂഹമായി തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് 26ന് പോലും അദ്ദേഹം ഇട്ട ഒരു വീഡിയോയിൽ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അങ്ങനെ വേറെ ഒരു പ്രശ്നങ്ങളും ഉള്ളതായോ അങ്ങനെയൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊന്നും ഒരു വീഡിയോയിലോ ഒരു മെസ്സേജിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുണ്ടായ വികാരവിക്ഷോഭത്തിലാണെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് നെഞ്ചിൽ വെടിയേറ്റത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതെന്താണെന്ന് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ അതിനൊരു ക്ലാരിറ്റി വരുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ സി.ജി. റോയുടെ കുടുംബം ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് കർണാടക പോലീസിൽ. അപ്പോൾ അവരുടെ മാനസിക പ്രഷറാണ്, ആ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നിഷേധിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അത് നിഷേധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കർണാടക പോലീസ് കേസെടുത്ത് ഇത് അന്വേഷിക്കാൻ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ എന്നെ കാണണം, സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വന്നപ്പോഴേക്കും സംസാരിക്കാൻ പറ്റിയില്ല.
എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും അദ്ദേഹവും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കിതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു, നമ്മൾ ഈ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇതിലെന്താണുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.